ഹലോ ഓൾ, പി കെ ലേണിങ്സിൻ്റെ മറ്റൊരു SCRT ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരി. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയാണ് പഠിക്കുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ, ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തീരദേശങ്ങളും ദ്വീപുകളുമാണ് നോക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. സോ ഈ പറഞ്ഞ 5 ഫിസിയോഗ്രഫിക് ഡിവിഷൻസും ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ തീരസമതലങ്ങളും ദ്വീപുകളും, കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ഇന്ത്യയുടെ കോസ്റ്റൽ പ്ലെയിൻസിനെ പറ്റി അല്ലെങ്കിൽ തീരസമതലങ്ങളെ പറ്റി പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചു ഇന്ത്യക്ക് പ്രധാനമായിട്ടും 2 തീരസമതലങ്ങളാണ്. ഒന്ന് കിഴക്കൻ തീരസമതലവും മറ്റൊന്ന് പടിഞ്ഞാറൻ തീരസമതലം. അപ്പോൾ ഈ 2 തീരസമതലങ്ങളുടെയും ഭൂപ്രകൃതിപരമായിട്ടുള്ള ഭൂപ്രകൃതി സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദ്വീപസമൂഹങ്ങളായ പ്രധാനപ്പെട്ട 2 ദ്വീപസമൂഹങ്ങൾ ഐലൻഡ്സ് ആയിട്ടുള്ള ലക്ഷദ്വീപിനെ പറ്റിയും ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ പറ്റിയുമാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് തീരദേശങ്ങൾ, ദ്വീപുകൾ എന്നീ പറഞ്ഞ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നമ്മൾ പഠിച്ച് നിർത്തിയിരിക്കുന്നത്. സോ അപ്പോൾ ഈ പറഞ്ഞ തീരസമുദ്രങ്ങളെ പറ്റിയും ദ്വീപുകളെ പറ്റിയുമുള്ള പോയിന്റ്സാണ് നമ്മൾ കഴിഞ്ഞ് നോക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ പറയുന്ന തീരദേശ കാലാവസ്ഥയും അവിടുത്തെ ജനജീവിതവും അവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ എന്നിവയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി തീരദേശവും ദ്വീപുകളും എന്നുള്ള ടോപ്പിക്കും കംപ്ലീറ്റ് ആവും. ഈ പറയുന്ന ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു മേജർ ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ തീരഭൂരൂപങ്ങളാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം തിരമാലകളുടെ നിക്ഷേപണ അപരദന പ്രക്രിയയുടെ ഫലമായിട്ടാണ് തീരപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ തീരസമതലങ്ങളിൽ തീരഭൂരൂപങ്ങൾ ഉണ്ടാവും. നമ്മൾ പഠിച്ചു കാറ്റിൻ്റെയും റണ്ണിങ് വാട്ടറിൻ്റെയും ഭൂഗർഭജലത്തിൻ്റെയും ഒക്കെ ഭൂരൂപങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചായിരുന്നു. മെയിനായിട്ട് നമ്മൾ ഈ പറയുന്ന നദികളുടെയും ഈ പറയുന്ന കാറ്റിൻ്റെയും ഒക്കെ ഭൂരൂപീകരണ പ്രക്രിയയും അതുവഴി ഉണ്ടാകുന്ന അപരദന നിക്ഷേപണ പ്രക്രിയ വഴി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മുന്നുള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ തീരദേശങ്ങളും ദ്വീപുകളും പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഭൂരൂപങ്ങൾ തീരഭൂരൂപങ്ങളായിരിക്കും, അല്ലെങ്കിൽ തീരപ്രദേശത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഭൂരൂപങ്ങളായിരിക്കും. അപ്പോൾ ഈ തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന തീരഭൂരൂപീകരണ പ്രക്രിയ അല്ലെങ്കിൽ തീരഭൂരൂപങ്ങൾക്ക് കാരണം ഈ പറയുന്ന തിരമാലകളുടെ അപരദനവും നിക്ഷേപണ പ്രക്രിയകളാണ്. ഓക്കെ, അപ്പം തിരമാലകളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജിയോമോർഫിക് ഏജൻസ് എന്നാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് ഭൂരൂപീകരണ സഹായി തീരപ്രദേശങ്ങളിൽ തിരമാലകളാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ തീരഭൂരൂപങ്ങൾ നമുക്ക് വായിക്കാം. തീരപ്രദേശങ്ങളിൽ തിരമാലകളാണ് പ്രധാനപ്പെട്ട ഭൂരൂപീകരണ സഹായികൾ. അതായത് പ്രധാനപ്പെട്ട ജിയോമോർഫിക് ഏജന്റ് എന്ന് ചോദിച്ചാൽ, ഈ തീരപ്രദേശത്തെ എന്ന് ചോദിച്ചാൽ അത് തിരമാലകളാണ്. ഓക്കെ, നെക്സ്റ്റ്, സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗമാണ് ക്ലിഫുകൾ. അപ്പോൾ ഒന്നാമത്തെ ഭൂരൂപമാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ക്ലിഫുകൾ. പ്രധാനപ്പെട്ട ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പറഞ്ഞ തിരമാലകളുടെ അപരദന പ്രക്രിയ മൂലം ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ്. അതായത് ഇറോഷണൽ ലാൻഡ് ഫോംസിനെ പറ്റിയാണ്. തിരമാലകളുടെ അപരദന പ്രക്രിയ മൂലം ഉണ്ടാകുന്ന അപരദന ഭൂരൂപങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതായത് ഇറോഷണൽ ലാൻഡ് ഫോംസിനെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തതാണ് ഈ പറഞ്ഞ ക്ലിഫുകൾ. എന്താണ് ക്ലിഫുകൾ? സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗമാണ് ക്ലിഫുകൾ. നമുക്കറിയാം സമുദ്രനിരപ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കരഭാഗം ബീച്ചസിലൊക്കെ പോയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും വർക്കല പോയാലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ പറഞ്ഞ നമ്മൾ വർക്കല ചെന്നിറങ്ങുമ്പോൾ, ക്ലിഫിൽ ചെന്നിറങ്ങുമ്പോൾ തന്നെ ഒരു വലിയ ചെങ്കുത്തായ കരഭാഗത്തിന് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് താഴ്ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് കടൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിലുള്ള സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളെ നമ്മൾ ക്ലിഫുകൾ എന്ന് പറയുന്നു. അപ്പോൾ സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാല അടിക്കുമ്പോൾ തീരശിലകൾ അപരദനത്തിലൂടെ അപരദന പ്രക്രിയയിലൂടെ തീരശിലകൾ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് തീരദേശത്തുള്ള പാറക്കെട്ടുകളിൽ തിരമാലകൾ വന്നടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അപരദന പ്രക്രിയയുടെ ഫലമായിട്ട് ഈ പറയുന്ന തീരശിലകൾ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളാണ്
ക്ലിഫുകൾ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ തീരപ്രദേശങ്ങളെ പാറക്കെട്ടുകളിൽ വന്ന് തിരമാലകൾ ഇടിക്കുമ്പോൾ അവിടുത്തെ തീരശിലകൾ മാറ്റം ചെയ്യപ്പെടാറുണ്ട് അല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന അപരദന പ്രക്രിയയുടെ ഫലമായിട്ടുണ്ടാകുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളെയാണ് നമ്മൾ ക്ലിഫുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം വർക്കല ക്ലിഫ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് സെൻ്ററാണ് നമ്മുടെ കേരളത്തിൽ അല്ലേ. അപ്പോൾ ക്ലിഫിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നതും അത് തന്നെയായിരിക്കും. നമുക്ക് ഒന്നുകൂടെ നോക്കാം. സമുദ്ര തീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാലയടിക്കുമ്പോൾ തീരശിലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളാണ് ക്ലിഫുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാൻ സാധിക്കുന്ന ചിത്രങ്ങളാണ് ക്ലിഫുകൾക്ക് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് വർക്കല ക്ലിഫാണ് കേട്ടോ. വർക്കല ക്ലിഫിൻ്റെ ഒരു ചിത്രമാണ്. നമുക്കറിയാം ഈ പറയുന്ന തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കരഭാഗത്ത് അല്ലെങ്കിൽ പാറക്കെട്ടുകളിൽ തിരമാലകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് അടിക്കുമ്പോൾ ഇവിടെ ഒരു അപരദന പ്രക്രിയ അല്ലെങ്കിൽ അപരദനം സംഭവിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അപരദനം സംഭവിക്കുമ്പോൾ ഈ പറയുന്ന പാറക്കെട്ടുകൾ നീക്കം ചെയ്യപ്പെടുകയും അങ്ങനെ ഉണ്ടാകുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളെയാണ് നമ്മൾ ക്ലിഫുകൾ എന്ന് പറയുന്നത്. ഈ തരത്തിൽ കാണപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളെയാണ് നമ്മൾ ക്ലിഫുകൾ എന്ന് പറയുന്നത്. അതായത് തിരമാലകളുടെ അപരദന പ്രക്രിയ വഴി ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂരൂപമാണ് അല്ലെങ്കിൽ തീര ഭൂരൂപത്തിന് ഉദാഹരണമാണ് ക്ലിഫുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതേപോലെയുള്ള മറ്റൊരു അപരദന ഭൂരൂപമാണ് തിരമാലയുടെ അപരദന ഭൂരൂപത്തെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുപോലെ തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായി തീരശിലകളിൽ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ വലുതായി സമുദ്ര ഗുഹകളായി അല്ലെങ്കിൽ സീ കേവ്സ് ആയും രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ സീ കേവ്സ് സമുദ്ര ഗുഹകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ഈ പറയുന്ന തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായിട്ടാണ് സമുദ്ര ഗുഹകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അപരദന പ്രക്രിയയുടെ ഫലമായിട്ട് തീരശിലകളിൽ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ വലുതായിട്ട് ഒരു ഗുഹയുടെ രൂപത്തിൽ ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ സമുദ്ര ഗുഹകൾ അല്ലെങ്കിൽ സീ കേവ്സ് എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഒരു ഗുഹകളുടെ സമുദ്രത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തീരപ്രദേശത്തുണ്ടാകുന്ന സമുദ്ര ഗുഹകളുടെ ഒരു ചിത്രമാണ് ഈ പറയുന്ന ഈ ഭാഗത്തെല്ലാം ഈ പറയുന്ന പാറക്കെട്ടുകളാണ് ആയിരിക്കും നമുക്ക് ആദ്യം കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ തിരമാലകളുടെ അപരദന പ്രക്രിയ, അപ്പോൾ ഈ തിരമാലകൾ ഈ ശിലാഭാഗത്ത് വന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇടിച്ചിടിച്ച് ഇവിടെ ഒരു അപരദനം സംഭവിക്കുകയും ഇറോഷൻ്റെ ഫലമായിട്ട് അപരദനത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു ഗുഹയുടെ രൂപത്തിൽ ഒരു ഭൂരൂപം നിർമ്മിക്കപ്പെടുകയും ചെയ്തു. ഇതിനെയാണ് നമ്മൾ സമുദ്ര ഗുഹകൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് വേറെ ഒന്നുമില്ല, അപരദനത്തിൻ്റെ ഫലമായിട്ട് ഇത്തരത്തിലുള്ള ശിലകളിൽ ഗുഹകളുടെ രൂപത്തിലുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാകാറുണ്ട്. അവയാണ് നമ്മൾ സീ കേവ്സ് അല്ലെങ്കിൽ സമുദ്ര ഗുഹകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിഫുകൾ എന്താണ്, സമുദ്ര ഗുഹകൾ എന്താണ് എന്ന് നമ്മൾ നോക്കി. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അപരദന ഭൂരൂപമാണ് സമുദ്ര കമാനം അല്ലെങ്കിൽ സിയാർക്ക് എന്ന് പറയുന്നത്. എന്താണ് സിയാർക്ക് എന്ന് നോക്കാം. സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്ര ഗുഹകൾ രൂപപ്പെടുന്നു. പ്രധാനമായിട്ടും സമുദ്ര ഗുഹകൾ വീണ്ടും അപരദന പ്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ടാകുന്ന ഒരു ഭൂരൂപമാണ് നമുക്ക് ഈ പറയുന്ന സമുദ്ര കമാനം അല്ലെങ്കിൽ സീ ആർക്ക് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്ര ഗുഹകൾ രൂപപ്പെടുന്നു. നെക്സ്റ്റ് സ്ലൈഡിൽ ഇതിൻ്റെ ചിത്രമുണ്ട്. അപ്പോൾ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ കാലക്രമേണ നിരന്തരമായ അപരദന പ്രക്രിയയിലൂടെ ഇരു ഗുഹകളും കൂടിച്ചേർന്ന് കമാന ആകൃതി കൈവരിക്കുന്നു. ഇതാണ് സമുദ്ര കമാനം എന്ന് പറയുന്നത്. നമുക്ക് ചിത്രം നോക്കാം. ഇതാണ് സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ശിലാഭാഗമായിട്ട് ഇതിനെ കണക്കാക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ സമുദ്ര ഗുഹകൾ ആദ്യം ഉണ്ടാകും. തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായിട്ട് ഈ ശിലാഭാഗത്തിലെ ഈ സൈഡിൽ ആദ്യം ഒരു ഗുഹ ഉണ്ടാകുന്നു. അതേപോലെ മറു സൈഡിലും ഇതേപോലെ ഒരു സമുദ്ര ഗുഹ ഉണ്ടാകുന്നു. അപ്പോൾ കാലക്രമേണ ഇത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള തിരമാലകളുടെ അപരദന പ്രക്രിയയ്ക്ക് വിധേയമായിട്ട് ഈ രണ്ട് ഗുഹകളും ഈ സൈഡിൽ നിന്നുള്ള ഗുഹയും ഈ മറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ഗുഹയും ഒരുമിച്ച് അതൊരു ഈ പറയുന്ന ആർക്കിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കമാനത്തിൻ്റെ രൂപത്തിലായിട്ട് പിന്നീട് മാറ്റം ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ സമുദ്ര കമാനം അല്ലെങ്കിൽ സീ ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗത്ത് നമ്മൾ ചിത്രത്തിൽ കണ്ടതാണ്. അപ്പോൾ ഈ തിരമാലയുടെ അപരദനം മൂലം ഈ തള്ളി നിൽക്കുന്ന ശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിലും സമുദ്ര ഗുഹകൾ രൂപപ്പെടുന്നു. ഓക്കെ, അപ്പോൾ കാലക്രമേണ നിരന്തരമായ അപരദന പ്രക്രിയയിലൂടെ ഇരു ഗുഹകളും കൂടിച്ചേർന്ന് കമാന ആകൃതി കൈവരിക്കുന്നു. ഈ ഭൂരൂപത്തെയാണ് അല്ലെങ്കിൽ ഈ തീരഭൂരൂപത്തെയാണ് സമുദ്ര കമാനങ്ങൾ അല്ലെങ്കിൽ സീ ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സമുദ്ര സ്തംഭങ്ങൾ അല്ലെങ്കിൽ സീ സ്റ്റോക്കിനെ പറ്റിയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇതേപോലെ തിരമാലകളുടെ അപരദന പ്രക്രിയ ഫലമായിട്ടുണ്ടാകുന്ന ഒരു അപരദന തീരഭൂരൂപമാണ് സമുദ്ര സ്തംഭങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം, ഈ പറയുന്ന ആദ്യം സമുദ്ര ഗുഹകളാണ് വീണ്ടും അപരദന പ്രക്രിയയ്ക്ക് വിധേയമായിട്ട് ഈ പറയുന്ന സമുദ്ര കമാനങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ ഈ സമുദ്ര കമാനങ്ങളാണ് അപരദന പ്രക്രിയയ്ക്ക് വീണ്ടും വിധേയമായിട്ട് ഈ പറയുന്ന സമുദ്ര സ്തംഭങ്ങളായിട്ട് മാറുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീരത്തു നിന്നും വേർപെട്ട് ഒരു തൂണുപോലെ ബാക്കിയാവുന്നു. ഇവയാണ് സമുദ്ര സ്തംഭങ്ങൾ അല്ലെങ്കിൽ സീ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് വായിക്കാം. സമുദ്ര കമാനങ്ങളുടെ സമുദ്ര ഗുഹകൾ അപരദനത്തിന് വിധേയമായിട്ട് സമുദ്ര കമാനങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ ഇത്തരം സമുദ്ര കമാനങ്ങൾ വീണ്ടും അപരദനത്തിന് വിധേയമായിട്ട് അവയുടെ മേൽക്കൂര ഭാഗം തുടർ അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീരത്തു നിന്നും വേർപെട്ട് ഒരു തൂണുപോലെ ബാക്കിയാവുന്നു. ഇവയാണ് സമുദ്ര സ്തംഭങ്ങൾ അല്ലെങ്കിൽ സീ സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് സമുദ്ര സ്തംഭങ്ങൾ ഈ പറയുന്ന പിക്ചറിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആദ്യം ഈ സമുദ്ര സ്തംഭങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഒരു സീ ആർക്ക് ഉണ്ടായിരുന്നു, സീ അല്ലെങ്കിൽ സമുദ്ര കമാനം ഉണ്ടായിരുന്നതായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഈ സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം, അതായത് ഈ ഒരു ആർക്ക് ഭാഗം വീണ്ടും അപരദന പ്രക്രിയയ്ക്ക് വിധേയമായിട്ട് ഈ ഒരു കരഭാഗത്ത് നിന്ന് ഇതൊന്ന് വേർപെട്ട് ഒരു സ്തംഭമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാണപ്പെടുന്ന ഒരു സ്തംഭമായിട്ട് കടലിൽ മാറി കാണപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ഇത്തരം ഭൂരൂപങ്ങളെയാണ് നമ്മൾ സമുദ്ര സ്തംഭങ്ങൾ അല്ലെങ്കിൽ സീ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും തിരമാലകളുടെ അപരദനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഭൂരൂപങ്ങളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കാണുന്ന ചെങ്കുത്തായിട്ട് നിൽക്കുന്ന കരഭാഗത്തെ നമ്മൾ ക്ലിഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ചത് ക്ലിഫാണ്. ഈ പറയുന്ന പാറകളിൽ നിരന്തരമായിട്ടുള്ള തിരമാലകളുടെ അപരദനം മൂലം ഉണ്ടാകുന്ന ചെങ്കുത്തായിട്ടുള്ള കരഭാഗങ്ങളാണ് ക്ലിഫുകൾ എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഈ പറയുന്ന സമുദ്ര ഗുഹയാണ് നിങ്ങൾക്ക് ഈ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, സമുദ്ര ഗുഹകളാണ് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ സമുദ്ര കമാനമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. സമുദ്ര ഗുഹകൾ ഈ പറയുന്ന ശിലാപാളികളിൽ തീരത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ശിലാപാളികളുടെ ഇരുവശത്തും ഈ പറയുന്ന തിരമാലകളുടെ അപരദനം മൂലം സമുദ്ര ഗുഹകൾ ഉണ്ടാവുകയും അവ വീണ്ടും അപരദന പ്രക്രിയയ്ക്ക് വിധേയമായിട്ട് കമാന ആകൃതിയിൽ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളെയാണ് നമ്മൾ സമുദ്ര കമാനം അല്ലെങ്കിൽ സീ ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സമുദ്രസ്തംഭം ഇവിടെ മാറി ഒറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു തീരഭൂരൂപമാണ് സമുദ്രസ്തംഭം. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു മേൽക്കൂര കമാനാകൃതിയിലുള്ള ഒരു കരഭാഗം ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. ഈ ഒരു മേൽക്കൂര ഭാഗം തുടർ അപരദന പ്രക്രിയയ്ക്ക് വിധേയമാവുകയും പിന്നീട് അത് വേർപെട്ട് ഇതൊരു സ്തംഭത്തിൻ്റെ പോലെ ആകൃതിയിൽ കടലിലേക്ക് തള്ളി മാറ്റപ്പെട്ട് കാണപ്പെടുന്ന ഒരു തീരഭൂരൂപമാണ് സമുദ്രസ്തംഭം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും എണ്ണമാണ് പ്രധാനമായിട്ടും തിരമാലകളുടെ അപരദന പ്രക്രിയ വഴി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അപരദന പ്രക്രിയയുടെ ഫലമായിട്ട് ഇറോഷൻ്റെ ഫലമായിട്ട് മാത്രമല്ല ഡിപ്പോസിഷൻ അല്ലെങ്കിൽ നിക്ഷേപണത്തിൻ്റെ ഫലമായിട്ടും ഭൂരൂപങ്ങൾ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ തീരപ്രദേശത്തും തിരമാലകളുടെ നിക്ഷേപണ ഫലമായിട്ടും ഇത്തരം ഭൂരൂപങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇനി നിക്ഷേപണ ഭൂരൂപങ്ങളാണ് ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസിനെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമുക്ക് നോക്കാം. തിരമാലയുടെ പ്രവർത്തന ഫലമായി വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങളും തീരപ്രദേശത്ത് രൂപപ്പെടാറുണ്ട്. ഓക്കെ, വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണൽ, ചരൽ എന്നിവ അടിഞ്ഞ് രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപമാണ് ബീച്ചുകൾ. ഓക്കെ, അപ്പോൾ ബീച്ചുകളെ പറ്റിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ബീച്ചുകൾ തീരപ്രദേശത്ത് കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂരൂപമാണ്. അത് എന്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്? തിരമാലകളുടെ ഡിപ്പോസിഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഭൂരൂപമാണ് ബീച്ചുകൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. എങ്ങനെയാണ് ബീച്ചുകൾ ഉണ്ടാകുന്നത്? വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണലും ചരലും എന്നിവ അടിഞ്ഞ് രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപമാണ് ബീച്ചുകൾ. ഓക്കെ, അപ്പോൾ ബീച്ചുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. പ്രധാനപ്പെട്ട തിരമാലയുടെ നിക്ഷേപണ ഭൂരൂപമാണ് ബീച്ചുകൾ എന്ന് പറയുന്നത്. നമുക്ക് കടലിൽ ചെന്നാലായിട്ട് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് നമുക്ക് പെട്ടെന്ന് നമ്മൾ കാണുന്നത് ബീച്ചാണ്. അപ്പോൾ ബീച്ചിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഈ പറയുന്ന പൊഴികളെ പറ്റിയാണ്, സാൻഡ് ബാർസിനെ പറ്റിയാണ് നോക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു നിക്ഷേപണ ഭൂരൂപമാണ് എന്തിൻ്റെ? തിരമാലകളുടെ നിക്ഷേപണ ഭൂരൂപമാണ്
പൊഴികൾ അല്ലെങ്കിൽ സാൻഡ് ബാർസ് എന്ന് പറയുന്നത്. എന്താണവ? കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽ തിട്ടകളാണ് പൊഴികൾ. അപ്പോൾ പൊഴികൾ എന്ന് പറയുന്നത്, സാൻഡ് ബാർസ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് മണൽ തിട്ടകൾക്ക് ഉദാഹരണമാണ്. ഇവ എങ്ങനെ ഉണ്ടാകുന്നു? കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടകളാണ് പൊഴികൾ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് പൊഴികൾ എന്ന് പറയുന്നത്. തീരത്തിന് സമാന്തരമായിട്ട് കാണപ്പെടുന്ന ഈ പറയുന്ന തിരമാലകളുടെ നിക്ഷേപണ ഫലമായിട്ടുണ്ടാകുന്ന താൽക്കാലികമായിട്ടുള്ള മണൽത്തിട്ടകളാണ് നമുക്ക് പൊഴികൾ അല്ലെങ്കിൽ സാൻഡ് ബാർസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും വേറൊന്നുമില്ല. അപ്പോൾ പൊഴികൾ എന്താണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ പ്രധാനമായിട്ടും നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം ഓടി വരേണ്ടത് ഈ പറയുന്ന തിരമാലകളുടെ നിക്ഷേപണ ഫലമായിട്ടുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഭൂരൂപത്തിന് ഉദാഹരണമാണ് പൊഴികൾ അല്ലെങ്കിൽ സാൻഡ് ബാർസ് എന്ന കാര്യമാണ് നമുക്ക് ആദ്യം ഓർമ്മയിൽ വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് മണൽ നാക്കുകൾ അല്ലെങ്കിൽ സ്പിറ്റ് എന്താണെന്നാണ്. വേറൊന്നുമില്ല, കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽ തിട്ടകളാണ് മണൽ നാക്കുകൾ അല്ലെങ്കിൽ സ്പിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു തിരമാലയുടെ നിക്ഷേപണ ഭൂരൂപമാണ് മണൽ നാക്കുകൾ അല്ലെങ്കിൽ സ്പിറ്റ് എന്ന് പറയുന്നത്. കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽ തിട്ടകളാണ് മണൽ നാക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തീരഭൂരൂപങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അപരദനത്തിൻ്റെ ഫലമായിട്ട്, തിരമാലയുടെ അപരദനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഏതൊക്കെയാണ് അവ? ക്ലിഫ്, സമുദ്ര ഗുഹകൾ, സമുദ്ര കമാനങ്ങൾ, സമുദ്ര സ്തംഭങ്ങൾ. അപ്പോൾ അതേപോലെ തന്നെ തിരമാലയുടെ നിക്ഷേപണ ഫലമായിട്ടുണ്ടാകുന്ന ബീച്ചുകൾ, പൊഴികൾ, മണൽ നാക്കുകൾ എന്നീ നിക്ഷേപണ ഭൂരൂപങ്ങളെ പറ്റിയുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി നേരെ നമ്മൾ തീരദേശത്തിൻ്റെയും ദ്വീപുകളുടെയും കാലാവസ്ഥയെ പറ്റിയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് കാലാവസ്ഥയിലേക്ക് കടക്കാം. ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നതെങ്കിലും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം ഉഷ്ണമേഖലയിലാണ് ഈ പറയുന്ന തീരസമുദ്രവും ദ്വീപുകളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നതെങ്കിലും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടാറുള്ളത്. നമുക്കറിയാം ഉത്തരായന രേഖയ്ക്ക് താഴെ അല്ലെങ്കിൽ ഇന്ത്യയുടെ താഴ്ന്ന ഭാഗങ്ങൾ, ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടുതലായിട്ടും അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉഷ്ണമേഖലയിലാണ് നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളും മിതോഷ്ണ മേഖലയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തീരപ്രദേശങ്ങളും ദ്വീപുകളും ഈ പറയുന്ന ഉഷ്ണമേഖലയിലായിട്ടായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നതെങ്കിലും എന്നുള്ള പോയിന്റ് അങ്ങനെയാണ് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നതെങ്കിലും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ഉഷ്ണമേഖലയിലാണെങ്കിൽ പോലും മിതമായിട്ടുള്ള കാലാവസ്ഥയാണ് നമുക്ക് ഈ പറഞ്ഞ തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും അനുഭവപ്പെടാറ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ അത്യുഷ്ണമോ അതിശൈത്യമോ അനുഭവപ്പെടാറില്ല? അപ്പോൾ മിതമായ കാലാവസ്ഥയാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ അവിടെ അത്യുഷ്ണമോ അതിശൈത്യമോ അനുഭവപ്പെടാറില്ല. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ മിതമായ കാലാവസ്ഥ? സമുദ്രത്തിൻ്റെ സാമീപ്യമാണ് ഇതിന് കാരണം. നമുക്കറിയാം തീരപ്രദേശങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സമുദ്ര സാമീപ്യം. അപ്പോൾ ഈ സമുദ്രങ്ങളുടെ സാമീപ്യം കൊണ്ടാണ്, സമുദ്രത്തിൻ്റെ സാമീപ്യം കൊണ്ടാണ് ഈ പറയുന്ന തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലായാലും മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കരയും കടലും വ്യത്യസ്തമായാണ് സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത്. അപ്പോൾ കരയും കടലും ഒരേപോലെ അല്ല സൂര്യൻ്റെ ആ ഒരു സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ കര പെട്ടെന്ന് ചൂട് പിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുമ്പോൾ കടൽ സാവധാനത്തിലെ ചൂട് പിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ചൂട് പിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നത് കടലിനെ അപേക്ഷിച്ച് കരഭാഗമാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈ പറയുന്ന കരഭാഗമാണ് കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ കടൽ ഭാഗം വളരെ സാവധാനത്തിലെ ഈ പറയുന്ന ചൂടാവുകയും തണുക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിലാണ് ഈ പറയുന്ന കടൽക്കാറ്റും കരക്കാറ്റും രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കരക്കാറ്റും കടൽക്കാറ്റുകളും തീരപ്രദേശത്തെ ദിനാന്തരീക്ഷ സ്ഥിതി മിതപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. അപ്പോൾ തീരപ്രദേശത്തെ ദിനാന്തരീക്ഷ സ്ഥിതി മിതപ്പെടുത്തി അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഇത്തരത്തിലുള്ള കടൽക്കാറ്റുകളും കരക്കാറ്റുകളാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ കടൽക്കാറ്റും കരക്കാറ്റും എന്താണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. തീരപ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ കര വേഗം ചൂട് പിടിക്കുന്നു. ഇതുമൂലം കരഭാഗത്തെ വായു മുകളിലേക്ക് ഉയരുകയും ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം കടലിൽ താരതമ്യേന ചൂട് കുറവും ഉച്ചമർദ്ദവുമായിരിക്കും. അതിനാൽ ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശമായ കരയിലേക്ക് വായു പ്രവഹിക്കുന്നു. ഇതാണ് കടൽക്കാറ്റ്. അപ്പോൾ പകൽ സമയത്താണ് നമുക്ക് കടൽക്കാറ്റ് വീശുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ പകൽ സമയങ്ങളിൽ കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നു. അപ്പോൾ ചൂട് പിടിക്കുന്നതുകൊണ്ട് ഈ കരയിൽ ആ ഒരു സമയത്ത് ഒരു ന്യൂനമർദ്ദമായിട്ടും
ന്യൂനമർദ്ദമായിരിക്കും അനുഭവപ്പെടുന്നത്. ഇതേ സമയത്ത് അതായത് പകൽ സമയത്ത് കടലിൽ താരതമ്യേന ചൂട് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന പകൽ സമയത്ത് ഉച്ചമർദ്ദ മേഖലയായ കടലിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയായ കരയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ കടൽക്കാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പകൽ സമയത്താണ് കടൽക്കാറ്റ് വീശാറുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂട് പിടിക്കുകയും വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുകയും കരഭാഗത്ത് ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. അതേ സമയത്ത് തന്നെ ഈ പറയുന്ന പകൽ സമയത്ത് കടലിൽ താരതമ്യേന ചൂട് വളരെ കുറവായിരിക്കുകയും ഒരു ഉച്ചമർദ്ദ മേഖലയും ആയിരിക്കും. ഈ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ കടൽ കാറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചിത്രം എയിൽ കാണാൻ പറ്റുന്ന കടൽക്കാറ്റുകളാണ്. അതായത് പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ കടൽക്കാറ്റുകൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ കരക്കാറ്റ് എന്താണെന്ന് നോക്കിയാൽ ഇതിന് വിപരീതമായിട്ട് രാത്രി കാലങ്ങളിൽ കരപ്രദേശത്ത് ചൂട് താരതമ്യേന വേഗത്തിൽ കുറയുന്നത് കാരണം ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. എന്നാൽ കടലിൽ കരയേക്കാൾ താരതമ്യേന ചൂട് കൂടുതലായതിനാൽ ഒരു ന്യൂനമർദ്ദമായിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയായ കരയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയായ കടലിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് കരക്കാറ്റ്. ഓക്കെ, അപ്പോൾ പകൽ സമയത്ത് കരയാണ് പെട്ടെന്ന് ചൂട് പിടിക്കുന്നതും കരയിലാണ് ഒരു ന്യൂനമർദ്ദം ഉണ്ടാവുകയും കടലിൽ ഉച്ചമർദ്ദം ഉണ്ടാവുകയും അവിടുന്ന് കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ കടൽക്കാറ്റ് എന്ന് പറയുന്നത്. പക്ഷേ കരക്കാറ്റ് എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ കരക്കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കരയെ അപേക്ഷിച്ച് കടലിലാണ് രാത്രി സമയത്ത് ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നത്. അതായത് കടലിലായിരിക്കും രാത്രി കാലങ്ങളിൽ ചൂട് കൂടുതൽ. ആ സമയത്ത് കടൽ ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുകയും അതേ സമയത്ത് തന്നെ കരയിൽ ഒരു ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ സമയങ്ങളിൽ അതായത് രാത്രി സമയത്ത് ഈ ഉച്ചമർദ്ദ മേഖലയായ കരയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയായ കടലിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ കരക്കാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ രാത്രി സമയത്താണ് നമുക്ക് കരക്കാറ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് കടൽക്കാറ്റും കരക്കാറ്റും എന്ന് പറയുന്നത്. അപ്പോൾ കരക്കാറ്റ് എന്താണ് ഒന്നുകൂടെ പറയാം, വേറൊന്നുമില്ല, പകൽ സമയത്ത് കരയാണ് പെട്ടെന്ന് ചൂട് പിടിക്കുന്നത്. അതേപോലെ തന്നെ രാത്രി സമയത്താവുമ്പോൾ ഈ പറയുന്ന കടലായിരിക്കും കരയെ അപേക്ഷിച്ച് ചൂട് കൂടിയ അല്ലെങ്കിൽ കടലിലായിരിക്കും കരയെ അപേക്ഷിച്ച് ചൂട് കൂടുതൽ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ന്യൂനമർദ്ദ മേഖലയായിരിക്കും ഉണ്ടാവുക. ഇതേ സമയത്ത് ഈ പറയുന്ന കരയിൽ നിന്നും ഉച്ചമർദ്ദ മേഖലയായിട്ടുള്ള കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ ഈ പറയുന്ന കരക്കാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. മൺസൂൺ കാറ്റുകളാണ് തീരദേശ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. നമുക്കറിയാം മൺസൂൺ കാറ്റുകൾ ആദ്യം എത്തിച്ചേരുന്ന ഈ പറയുന്ന ദ്വീപുകളിലും തീരസമതലങ്ങളിലാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ആദ്യം എത്തുന്ന ഇത്തരം ദ്വീപുകളിലും തീരങ്ങളിലുമാണ്. നമ്മൾ പറഞ്ഞു അറബിക്കടലിലൂടെ എത്തുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പശ്ചിമഘട്ട മലനിരകൾ തട്ടി പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉയർന്ന തോതിൽ മഴ നൽകുന്നു. നമ്മുടെ കഴിഞ്ഞ ഉപദ്വീപീയ പീഠഭൂമിയൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളിൽ പ്രധാനമായിട്ടും അറബിക്കടലിലൂടെ ആദ്യം എത്തുന്നത് ഈ പറയുന്ന നമ്മുടെ തീരപ്രദേശത്താണ്. പ്രധാനമായിട്ടും നമ്മുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്താണ്. ഇങ്ങനെ എത്തുന്ന പടിഞ്ഞാറൻ തീരപ്രദേശത്തെത്തുന്ന മൺസൂൺ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തി പടിഞ്ഞാറൻ തീരത്ത് അതിശക്തമായിട്ടുള്ള മഴ നൽകുന്നു. അപ്പോൾ ഈ ഒരു മൺസൂൺ കാറ്റുകൾ ഈ പറയുന്ന തീരപ്രദേശത്തെയും ദ്വീപുകളുടെയും കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അതേപോലെ കിഴക്കൻ തീരങ്ങളിലെ കാര്യമാണ് നമ്മൾ ഇനി നോക്കുന്നത്. കോറമാൻഡൽ തീരത്ത് മഴ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളാണ്. നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ കാലങ്ങളിലാണ് ഈ പറയുന്ന കിഴക്കൻ തീരങ്ങൾ അതായത് കോറമാൻഡൽ തീരത്ത് പ്രധാനമായിട്ടും മഴ ലഭിക്കുന്നത്. അപ്പോൾ മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലമാണിത്. അതായത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ ഈ പിൻവാങ്ങൽ കാലയളവിൽ നമ്മുടെ കേരളത്തിലും മഴ ലഭിക്കുന്നുണ്ട്. ഇതിനെ തുലാവർഷം എന്ന് വിളിക്കുന്നു. അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തെയാണ് നമ്മൾ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്തിലാണ് കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോറമാൻഡൽ തീരത്തിൽ അതായത് പ്രധാനമായിട്ടും തമിഴ്നാടിൻ്റെ തീരങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പോൾ ഇതേ സീസണിൽ അതായത് വടക്ക് കിഴക്കൻ മൺസൂൺ സീസണിൽ കിഴക്കൻ തീരത്തെ കൂടാണ്ട് തന്നെ നമ്മുടെ കേരളത്തിലും അത്യാവശ്യം മഴ ലഭിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ പെയ്യുന്ന മഴ ഈ പറയുന്ന മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്ത് പെയ്യുന്ന മഴയാണ്. അതിന് നമ്മൾ തുലാവർഷം എന്നാണ് നമ്മൾ പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പെയ്യുന്ന മഴയെ നമ്മൾ ഇടവപ്പാതി എന്നും വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ സമയത്ത് അതായത് ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പെയ്യുന്ന മഴയെ നമ്മൾ തുലാവർഷം എന്നും പറയുന്നു. അതാണ് നമുക്കിവിടെ
പഠിച്ചത്. ഓക്കെ, അതേപോലെ തന്നെ ബംഗാൾ ഉൾക്കടൽ രൂപപ്പെടുന്ന ചക്രവാതങ്ങളിൽ നിന്നും കിഴക്കൻ തീരത്ത് മഴ ലഭിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ബംഗാൾ ഉൾക്കടലിൽ ഇടയ്ക്കിടയ്ക്ക് ചക്രവാതങ്ങൾ ഉണ്ടാവാറുണ്ട് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചക്രവാതങ്ങളിൽ നിന്നും കിഴക്കൻ തീരത്ത് മഴ ലഭിക്കാറുണ്ട്. നമുക്കിവിടെ ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ തീരങ്ങളിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചക്രവാതങ്ങളിൽ നിന്നും മഴ ലഭിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് തീരപ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനെ പറ്റിയാണ്. മണ്ണിൻ്റെ പ്രത്യേകതയാണ് നമുക്കിനി നോക്കാൻ വേണ്ടിയുള്ളത്. നമുക്ക് നോക്കാം. നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണാണ് തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്നത്. നമുക്കറിയാം തീരസമതലങ്ങളാണ്. നദികളുടെ നിക്ഷേപണ ഫലമായിട്ടും ഈ പറഞ്ഞ തീരസമതലങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ തിരമാലകളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടും ഈ പറഞ്ഞ തീരസമുദ്രങ്ങളിൽ മണ്ണിൻ്റെ ഫോർമേഷൻ നടക്കാറുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണാണ് തീരപ്രദേശത്ത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ, അവ ഏതൊക്കെയാണ് എന്നാണ് ഇനി നോക്കാനുള്ളത്. മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പും നിറമുള്ള ലാറ്ററൈറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റ് മണ്ണും പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നു. അപ്പോൾ പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഏതൊക്കെയാണവ? മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പും നിറമുള്ള ലാറ്ററൈറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റ് മണ്ണുമാണ് പടിഞ്ഞാറൻ തീരങ്ങളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കിഴക്കൻ തീരങ്ങളിൽ കൂടുതലും എക്കൽ മണ്ണാണ് കാണപ്പെടുന്നത്. നമുക്ക് നദികളുടെ നിക്ഷേപണ ഫലമായിട്ടാണ് ഏറ്റവും കൂടുതൽ പടിഞ്ഞാറൻ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരങ്ങളിലാണ് നദികളുടെ നിക്ഷേപണം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. നമുക്കറിയാം കൂടുതൽ ഡെൽറ്റാസ് ഒക്കെ ഫോം ചെയ്യുന്നത് ഈ പറഞ്ഞ കിഴക്കൻ തീരത്താണ്. അപ്പോൾ ഇത്തരം കിഴക്കൻ തീരങ്ങളിൽ കൂടുതലായിട്ടും നദികളുടെ നിക്ഷേപണ ഫലമായിട്ടുണ്ടാവുന്ന എക്കൽ മണ്ണാണ് കിഴക്കൻ തീരങ്ങളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ, ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ ചെങ്കൽ മണ്ണും കറുത്ത മണ്ണും കാണപ്പെടുന്നു. അതായത് എക്കൽ മണ്ണിനെ കൂടാണ്ട് കിഴക്കൻ തീരങ്ങളിലെ ചിലയിടങ്ങളിൽ ഈ പറഞ്ഞ ചെങ്കൽ മണ്ണും കറുത്ത മണ്ണും കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് SCERT ടെക്സ്റ്റ് ബുക്കുള്ളൊരു ബോക്സ് ആണ്. പ്രധാനമായിട്ടും തീരപ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനങ്ങളെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ മണ്ണിനങ്ങളെ കുറിക്കുന്ന ഒരു ബോക്സ് ആണ് നമുക്കിനി നോക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നീ 3 തീരങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമുദ്രം എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ ഗുജറാത്ത് തീരപ്രദേശത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളാണ് കറുത്ത മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, ലവണ മണ്ണ്. കറുത്ത മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, ഈ പറഞ്ഞ ലവണ മണ്ണ് എന്നീ 3 തരത്തിലുള്ള മണ്ണിനങ്ങളാണ് പ്രധാനമായിട്ടും ഗുജറാത്ത് തീരപ്രദേശത്ത് കാണപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കൊങ്കൺ തീരപ്രദേശത്ത് കാണപ്പെടുന്നത് കറുത്ത മണ്ണും ലാറ്ററൈറ്റ് മണ്ണും. ലാറ്ററൈറ്റ് മണ്ണും കറുത്ത മണ്ണുമാണ് പ്രധാനമായിട്ട് നമ്മുടെ കൊങ്കൺ റീജിയനിൽ കാണപ്പെടുന്നത്. ഈ പറഞ്ഞ ഗുജറാത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം മുഴുവൻ ഈ പറഞ്ഞ ഗോവ ആ സൈഡ് വരെയൊക്കെ കർണാടകയുടെ നോർത്തേൺ ഭാഗം വരെ കാണപ്പെടുന്ന കൊങ്കൺ മേഖലയിൽ അല്ലെങ്കിൽ കൊങ്കൺ തീരത്ത് പ്രധാനമായിട്ടും കറുത്ത മണ്ണും ലാറ്ററൈറ്റ് മണ്ണുമാണ് കാണപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മലബാർ തീരപ്രദേശത്ത്, അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഭാഗം ഉൾപ്പെട്ട തീരപ്രദേശം, അതാണ് മലബാർ തീരപ്രദേശം. പടിഞ്ഞാറൻ സമുദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പടിഞ്ഞാറൻ തീരപ്രദേശം. ഇവിടെ മലബാർ തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ് എക്കൽ മണ്ണും പീറ്റ് മണ്ണും. പീറ്റ് മണ്ണും എക്കൽ മണ്ണുമാണ് ഈ പറഞ്ഞ മലബാർ തീരപ്രദേശത്തെ പ്രധാനമായിട്ടുള്ള മണ്ണിനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിലെ മണ്ണിനങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കിയത്. ഒന്നുകൂടെ പറയാം. ഗുജറാത്ത് തീരത്തിലെ പ്രധാനപ്പെട്ടതാണ് കറുത്ത മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, ലവണ മണ്ണ് എന്നിവ. അതേപോലെ തന്നെ കൊങ്കൺ തീരത്തെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ് കറുത്ത മണ്ണും ലാറ്ററൈറ്റ് മണ്ണും. മലബാർ തീരത്തെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ് എക്കൽ മണ്ണും പീറ്റ് മണ്ണും എന്നും നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലം നമ്മൾ നോക്കി. അതേപോലെ നെക്സ്റ്റ് കിഴക്കൻ തീരപ്രദേശത്തെ മണ്ണിനങ്ങളാണ് തീരദേശ എക്കൽ മണ്ണും ഡെൽറ്റ എക്കൽ മണ്ണും. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡെൽറ്റാസ് ഫോം ചെയ്യുന്നത് ഈ പറഞ്ഞ കിഴക്കൻ തീരസമതലങ്ങളിലാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഡെൽറ്റ എക്കൽ മണ്ണും തീരദേശ എക്കൽ മണ്ണുമാണ് കിഴക്കൻ തീരസമുദ്രങ്ങളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ കിഴക്കൻ തീരസമുദ്രങ്ങളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനങ്ങളാണ് ഡെൽറ്റ എക്കൽ മണ്ണും തീരദേശ എക്കൽ മണ്ണും. ഓക്കെ, അപ്പോൾ കിഴക്കൻ തീരപ്രദേശവും നമ്മൾ നോക്കി. നെക്സ്റ്റ് ലക്ഷദ്വീപിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനമാണ് പവിഴ മണൽ മണ്ണ്. അപ്പോൾ പവിഴ മണൽ മണ്ണ് ലക്ഷദ്വീപ് പ്രദേശത്ത് കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണിനമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ സമുദ്രജന്യ മണൽ മണ്ണും എക്കൽ മണ്ണും. അപ്പോൾ എക്കൽ മണ്ണും സമുദ്രജന്യ മണൽ മണ്ണുമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ദ്വീപുകളുടെ കാര്യം നമുക്ക് ഒന്നുകൂടെ പറയാം. ലക്ഷദ്വീപിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനമാണ് പവിഴ മണൽ മണ്ണ്. ആൻഡമാനിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനമാണ് സമുദ്രജന്യ മണൽ മണ്ണും എക്കൽ മണ്ണും. ഓക്കെ, അതേപോലെ തന്നെ ഡെൽറ്റ എക്കൽ മണ്ണും
ഈ തീരദേശ എക്കൽ മണ്ണും കിഴക്കൻ തീരസമതലത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് സസ്യജാലങ്ങളെ പറ്റിയാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാലും സമുദ്ര സാമീപ്യം മൂലവും ഇന്ത്യയുടെ തീരദേശങ്ങളിൽ കാലാവസ്ഥയും ഏറെക്കുറെ സമാനമാണ്. ഓക്കെ, അതിനാൽ സസ്യജാലങ്ങളും ഏറെ സമാനതകൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം, തീരസമുദ്രങ്ങളിലെ മിക്ക പ്രദേശങ്ങളിലും വ്യാപകമായി കൃഷിഭൂമികളായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീരസമതലങ്ങളിലെ മിക്ക പ്രദേശങ്ങളും വ്യാപകമായിട്ട് കൃഷിഭൂമികളായിട്ട് മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നദികളുടെ നിക്ഷേപണ ഫലമായിട്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചു, മണ്ണിൽ പഠിച്ചു, തീരദേശ എക്കൽ മണ്ണും ഡെൽറ്റ എക്കൽ മണ്ണൊക്കെയാണ് പ്രധാനമായിട്ടും കിഴക്കൻ തീരസമതലങ്ങളിൽ കാണപ്പെടുന്നത്. അത് പ്രധാനമായിട്ടും ഉപദ്വീപീയ നദികളുടെ ഡെൽറ്റാസിൻ്റെ ഫോർമേഷൻ്റെ ഫലമായിട്ടൊക്കെ ഉണ്ടാകുന്നതാണ് ഈ പറയുന്ന ഡെൽറ്റ എക്കൽ മണ്ണൊക്കെ. അപ്പോൾ ഈ എക്കൽ മണ്ണ് വളരെ ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ്, അത് കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. അതുകൊണ്ടാണ് തീരസമുദ്രങ്ങളിലെ മിക്ക പ്രദേശങ്ങളും വ്യാപകമായിട്ട് കൃഷിഭൂമികളാക്കി മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ അതിനാൽ സ്വാഭാവിക സസ്യജാലങ്ങളെക്കാൾ കൂടുതലായി തെങ്ങ്, വാഴ, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കാണപ്പെടുന്നു. അപ്പോൾ ഈ പറഞ്ഞ എക്കൽ മണ്ണ് കാണപ്പെടുന്നത് കൊണ്ട് സ്വാഭാവിക സസ്യജാലങ്ങളെക്കാൾ കൂടുതലായിട്ട് തെങ്ങ്, വാഴ, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ തീരദേശത്തെ സസ്യജാലങ്ങളെ പറ്റിയുള്ള ഒരു ബോക്സാണ് ഇവിടെ നോക്കുന്നത്. തീരദേശ സസ്യങ്ങളെ പ്രധാനമായിട്ടും വരണ്ട തീരദേശ സസ്യങ്ങളെന്നും ആർദ്ര തീരദേശ സസ്യങ്ങൾ എന്നും തിരിക്കാം. അപ്പോൾ എങ്ങനെയാണ് തീരദേശ സസ്യങ്ങളെ വരണ്ട തീരദേശ സസ്യങ്ങളെന്നും ആർദ്ര തീരദേശ സസ്യങ്ങൾ എന്നും രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ വരണ്ട തീരദേശ സസ്യങ്ങൾ ഉൾപ്പെടുന്നവയാണ് തീരമണൽപ്പരപ്പുകളിലെ സസ്യങ്ങൾ. തീരമണൽപ്പരപ്പുകളിലെ സസ്യങ്ങൾ വരണ്ട തീരദേശ സസ്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. അതേപോലെ തന്നെ തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങൾ, തീരദേശ മണൽപ്പരപ്പുകളിലെ സസ്യങ്ങളും തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങളും ഈ പറയുന്ന വരണ്ട തീരദേശ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഏതൊക്കെയാണ്? തീരദേശ മണൽപ്പരപ്പുകളിലെയും തീരദേശ പാറക്കെട്ടുകളുടെ സസ്യങ്ങളും ഈ പറയുന്ന തീരദേശങ്ങളിലെ വരണ്ട സസ്യജാലങ്ങൾക്ക് ഉദാഹരണമാണ്. വരണ്ട തീരദേശ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണിവ എന്ന് നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ആർദ്ര തീരദേശ സസ്യങ്ങളിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു എന്നാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. കണ്ടൽക്കാടുകൾ, ലവണ ചതുപ്പുനിലങ്ങളിലെ സസ്യങ്ങൾ, കടൽ പായലുകൾ, കടൽ സസ്യങ്ങൾ, കോറൽ സസ്യങ്ങൾ ഇവയെല്ലാം ആർദ്ര തീരദേശ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഒന്നുകൂടെ നോക്കാം. കണ്ടൽക്കാടുകൾ, ലവണ ചതുപ്പുനിലങ്ങളിലെ സസ്യങ്ങൾ, കടൽ പായലുകൾ, കടൽ സസ്യങ്ങൾ, കോറൽ സസ്യങ്ങൾ ഇവയെല്ലാം ആർദ്ര തീരദേശ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ തീരദേശ സസ്യങ്ങളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിച്ചു. വരണ്ട തീരദേശ സസ്യങ്ങളെന്നും ആർദ്ര തീരദേശ സസ്യങ്ങളെന്നും രണ്ടായിട്ട് തിരിച്ചു. ഈ പറയുന്ന തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങളും തീരദേശ മണൽ പരപ്പുകളിലെ സസ്യങ്ങളും വരണ്ട തീരദേശ സസ്യങ്ങൾ ഉൾപ്പെടുന്നു. അതേപോലെ തന്നെ കണ്ടൽക്കാടുകൾ, ലവണ ചതുപ്പുനിലങ്ങളിലെ സസ്യങ്ങൾ, കടൽപ്പായലുകൾ, കടൽ സസ്യങ്ങൾ, കോറൽ സസ്യങ്ങൾ എന്നിവയെല്ലാം ആർദ്ര തീരദേശ സസ്യങ്ങളും ഉൾപ്പെടുന്നു. ഈ ഒരു ബോക്സ് നിങ്ങൾ ജസ്റ്റ് വായിച്ച് വെച്ചേക്കുക. എപ്പോൾ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പ്രധാനമായിട്ട് നോക്കാൻ വേണ്ടിയുള്ളത് കണ്ടൽക്കാടുകളെ പറ്റിയാണ്. അപ്പോൾ കണ്ടൽക്കാടുകളെ പറ്റിയുള്ള ഒരു ബോക്സാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായി വളരുന്ന ലവണ ജല ചതുപ്പു സസ്യങ്ങളാണ് കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ഏകദേശം 380 കിലോമീറ്ററോളം തീരപ്രദേശത്ത് കണ്ടൽക്കാടുകളുണ്ട്. 380 കിലോമീറ്റർ നീളത്തിൽ അല്ലെങ്കിൽ വ്യാപകമായിട്ട് ഇത്രയും ഒരു ദൈർഘ്യത്തിൽ നമുക്ക് കണ്ടൽക്കാടുകൾ ഇന്ത്യയിലെ തീരപ്രദേശങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. 380 കിലോമീറ്റർ. ഓക്കെ, അതേപോലെ തന്നെ പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളാണ്. അപ്പോൾ പശ്ചിമ ബംഗാളിൽ കാണപ്പെടുന്ന സുന്ദർബൻ ഡെൽറ്റാസിൽ കാണപ്പെടുന്ന കണ്ടൽക്കാടുകൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ വനങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് നമ്മൾ അറിയാം. അപ്പോൾ കണ്ടലുകൾ വിവിധ ഇനം മത്സ്യങ്ങളുടെയും മറ്റ് ജലജീവികളുടെയും പ്രജനന കേന്ദ്രങ്ങളാണ്. കൂടാതെ വിവിധ ജീവിവർഗങ്ങൾക്ക് ആവാസ കേന്ദ്രവുമാണ് കണ്ടൽക്കാടുകൾ. ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കണ്ടലുകൾ തീരദേശത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നു. തീരദേശത്തെ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് നമ്മുടെ കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നു. ഓക്കെ, കണ്ടൽക്കാടുകളെ പറ്റിയാണ് നമ്മളിവിടെ പറഞ്ഞത്. പ്രധാനമായിട്ട് ഇന്ത്യയിലെ തീരപ്രദേശങ്ങളിൽ
380 കിലോമീറ്ററോളം നീളത്തിൽ അല്ലെങ്കിൽ ദൈർഘ്യത്തിൽ നമുക്ക് കണ്ടൽക്കാടുകൾ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ വനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതേപോലെ ഈ പറഞ്ഞ സുനാമി, ചുഴലിക്കാറ്റ് എന്നീ പ്രതിഭാസങ്ങളിൽ നിന്നും തീരദേശ ജനത അല്ലെങ്കിൽ തീരപ്രദേശത്തെ സംരക്ഷിക്കുന്നതിന് ഈ പറയുന്ന കണ്ടൽക്കാടുകൾ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതേപോലെ ജൂലൈ 26-നാണ് അന്താരാഷ്ട്ര കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കണ്ടൽക്കാടുകളെ പറ്റി നമുക്ക് ഈ പറയുന്ന ബോക്സിൽ നിന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ധാതു നിക്ഷേപങ്ങളെ പറ്റിയാണ്, മിനറൽസിനെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവയാണ് തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ എന്ന് പറയുന്നത്. അതേപോലെ ആണവ ഇന്ധനമായ യുറേനിയം, വേർതിരിച്ചെടുക്കാവുന്ന മോണോസൈറ്റ് പോലുള്ള അപൂർവ ധാതുക്കളും തീരദേശ കരിമണ്ണിൽ കാണപ്പെടുന്നു. അപ്പോൾ തീരദേശ മണ്ണിൽ ഈ പറയുന്ന യുറേനിയം വേർതിരിച്ചെടുക്കാവുന്ന മോണോസൈറ്റ് പോലുള്ള ധാതുക്കളും ഈ പറയുന്ന തീരപ്രദേശത്ത് കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. അതേപോലെ കൊല്ലം ജില്ലയിലെ ചവറയിലും ഒഡീഷയിലെയും തമിഴ്നാട്ടിലെയും ചില തീരങ്ങളിലും ഇത്തരം കരിമണൽ നിക്ഷേപമുണ്ട്. അപ്പോൾ കൊല്ലം ജില്ലയിൽ പ്രധാനമായിട്ടും ചവറയിലാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന മോണോസൈറ്റ് വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്ന കരിമണൽ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഒഡീഷയിലും തമിഴ്നാട്ടിലെയും ചില തീരങ്ങളിൽ ഇത്തരത്തിലുള്ള കരിമണൽ കാണപ്പെടുന്നു എന്നാണ് നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് നമ്മൾ ഈ പറയുന്ന തീരദേശത്തെ ജനസംഖ്യയും ജനജീവിതത്തെ പറ്റിയാണ്. ജസ്റ്റ് നിങ്ങൾ വായിച്ച് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി, വേറൊന്നുമില്ല. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ മിക്കതും അനുകൂലമായതിനാൽ ഇന്ത്യൻ തീരദേശം ജനനിബിഡവും ജനസാന്ദ്രതവുമാണ്. അപ്പോൾ ജനങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് ആവശ്യമായിട്ടുള്ള മിക്ക സാധനങ്ങൾ അല്ലെങ്കിൽ മിക്കൊരു കാലാവസ്ഥയാണെങ്കിലും ഭൂപ്രകൃതി ആയാലും ഈ പറഞ്ഞ തീരദേശത്തുള്ളതിനാൽ അത്യാവശ്യം ജനസംഖ്യ ഉള്ള പ്രദേശമാണ് നമ്മുടെ ഇന്ത്യയുടെ തീരദേശങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മിതമായ കാലാവസ്ഥ, കൃഷിക്കും ഗതാഗത വികസനത്തിനും അനുയോജ്യമായിട്ടുള്ള സമതല ഭൂപ്രകൃതി, കൃഷി, മത്സ്യബന്ധനം, ടൂറിസം തുടങ്ങിയ തൊഴിൽ സാധ്യതകൾ, ജലലഭ്യത, ധാതു നിക്ഷേപം, വ്യവസായം എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ തീരസമുദ്രത്തെ ജനനിബിഡമാക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ജനസംഖ്യ അല്ലെങ്കിൽ ജനനിബിഡമാകാൻ ഈ പറയുന്ന തീരപ്രദേശങ്ങൾ കാരണമായി എന്നുള്ള കാരണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഭൂപ്രകൃതി ആയാലും കാലാവസ്ഥയായാലും വ്യവസായമായാലും ഗതാഗതമായാലും, അപ്പോൾ സമതല ഭൂപ്രകൃതി ആയാലും കൃഷി ആയാലും മത്സ്യബന്ധനം, വ്യവസായം, ഗതാഗതം തുടങ്ങി ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സവിശേഷതകളും അല്ലെങ്കിൽ എല്ലാ ഫാക്ടേഴ്സും നമുക്ക് ഈ പറഞ്ഞ തീരപ്രദേശത്ത് ലഭ്യമാകുന്നത് കൊണ്ടാണ് തീരപ്രദേശം അല്ലെങ്കിൽ ഇന്ത്യൻ തീരപ്രദേശം ഇത്ര ജനനിബിഡമായത് നമ്മൾ അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ ഡൽഹി ഒഴികെ മറ്റ് 3 മുംബൈ, ചെന്നൈ, കൊൽക്കത്ത തീരസമതലങ്ങളിലാണ് വികസിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 മെട്രോ നഗരങ്ങളാണ് നമുക്ക് ഡൽഹി, ചെന്നൈ, മുംബൈ, കൊൽക്കത്ത എന്ന് പറയുന്നത്. ഈ 4 എണ്ണത്തിൽ ഡൽഹി ഒഴികെ മറ്റ് 3 മെട്രോ നഗരങ്ങളും വളർന്നു വന്നത് ഈ പറഞ്ഞ തീരപ്രദേശത്ത് നിന്നാണ് അല്ലെങ്കിൽ തീരപ്രദേശത്തെ സവിശേഷതകളിൽ നിന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുക. അതേപോലെ ദേശീയ ശരാശരിയേക്കാൾ കൂടിയ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ്. ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ജനസാന്ദ്രത വളരെ കുറവാണ്. നമുക്കറിയാം ലക്ഷദ്വീപിൽ നമ്മുടെ ദേശീയ ശരാശരിയേക്കാൾ ജനസാന്ദ്രത ഉണ്ടെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ജനസാന്ദ്രത വളരെ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. ഓക്കെ, അപ്പോൾ കൃഷി, മത്സ്യബന്ധനം എന്നിവയാണ് തീരദേശ ജനതയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ. നമുക്കറിയാം കൃഷിയും മത്സ്യബന്ധനവും തന്നെയാണ് മറ്റെന്തിനേക്കാളും ഈ പറയുന്ന തീരദേശങ്ങളിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. കൂടാതെ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ, കപ്പൽ നിർമ്മാണം, മത്സ്യ സംസ്കരണം, ഉപ്പ് നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങളും തീരപ്രദേശത്തുണ്ട്. തീരദേശങ്ങൾ ഏറെ സാധ്യതയുള്ളതും അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രധാന തൊഴിൽ മേഖലയാണ് വിനോദസഞ്ചാരം. അപ്പം നമ്മുടെ വിനോദസഞ്ചാരത്തിന് വളരെയധികം പ്രയോജനപ്പെടുത്താവുന്നതാണ് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പം നമ്മുടെ തീരദേശം അല്ലെങ്കിൽ ഇന്ത്യയുടെ തീരദേശം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ വർക്കല ആയാലും നമ്മുടെ കോവളമൊക്കെ ആയാലും അനുദിനം ടൂറിസം ഇങ്ങനെ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ മേഖലകളും ഇതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടായി വരുന്നു എന്നാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. അതേപോലെ തന്നെ തീരദേശത്തെ വ്യവസായ പുരോഗതിക്ക് തുറമുഖങ്ങളുടെ പങ്ക് വളരെ പ്രധാനമാണ്. അപ്പോൾ തീരദേശങ്ങളുടെ വ്യാവസായികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ വ്യാവസായികമായിട്ടുള്ള പുരോഗതിക്ക് ഇത്തരം തീരപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ വ്യാവസായിക ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതും തുറമുഖങ്ങൾ വഴിയാണ്. നമുക്കറിയാം നമ്മുടെ അന്താരാഷ്ട്ര വാണിജ്യ അല്ലെങ്കിൽ വ്യാപാര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് തുറമുഖങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്കറിയാം. ആ ഒരു പോയിന്റാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്
അസംസ്കൃത വസ്തുക്കളുടെയും ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതും ഈ തുറമുഖങ്ങൾ വഴിയാണ്. നമുക്കറിയാം പ്രധാനമായിട്ടുള്ള പടിഞ്ഞാറൻ തീരത്തും കിഴക്കൻ തീരത്തും സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ വഴിയാണ് ഈ പറയുന്ന ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ആയാലും ഇറക്കുമതി ആയാലും നടക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ പറയുന്ന അസംസ്കൃത വസ്തുക്കളുടെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി ആയാലും കയറ്റുമതി ആയാലും അതിൽ തുറമുഖങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് തീരപ്രദേശത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളും ജനജീവിതവും എന്ന് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിയുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതകൾ അല്ലെങ്കിൽ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ, പ്രധാനമായിട്ടും ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരദേശങ്ങൾ, ദ്വീപുകൾ എന്നീ 5 പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങളെ പറ്റി നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും പഠിച്ച് തീർത്തിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ടോപ്പിക്കായിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗങ്ങൾ നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് തീരദേശങ്ങളും ദ്വീപുകളുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിന് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ SCERT ജോഗ്രഫി ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തീരങ്ങളിലൂടെ എന്ന ചാപ്റ്ററാണ് മെയിനായിട്ട് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിലെ പുതിയ ചാപ്റ്ററായ അല്ലെങ്കിൽ പുതിയ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തീരങ്ങളിലൂടെ എന്ന ചാപ്റ്ററാണ് മെയിനായിട്ട് നമ്മൾ റെഫറൻസ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ NCERTയിൽ 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യയും 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്നീ 2 NCERT ചാപ്റ്റേഴ്സും ഈ പറയുന്ന തീരപ്രദേശവും ദ്വീപുകൾ പഠിക്കാനായിട്ട് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉത്തരമഹാസമതലം മുതൽ നമ്മളിങ്ങനെ തീരപ്രദേശം വരെ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അതേപോലെ തന്നെ പഠിക്കുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. വൃത്തിയായിട്ട് പഠിക്കുക. ഏറ്റവും ഇന്ത്യൻ ജോഗ്രഫിയിൽ തന്നെ ഏറ്റവും ഒരു എലാബറേറ്റ് ആയിട്ടുള്ള വലിയൊരു ടോപ്പിക്കാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. മെയിനായിട്ടും ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ പറ്റി പഠിക്കാൻ 9ാം ക്ലാസ്സിലെ ജോഗ്രഫി മാറി വന്ന പാഠപുസ്തകം ധാരാളമാണ്. സോ പ്രധാനമായിട്ടും നമ്മൾ ആ ഒരു ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റിനെ ബേസ് ചെയ്താണ് മേജറായിട്ട് നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ അല്ലെങ്കിൽ ഭൂപ്രകൃതി വിഭാഗങ്ങളെ പറ്റി ക്ലാസ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ സോ നിങ്ങൾ എന്തായാലും NCERT ആണെങ്കിലും SCERT ആണെങ്കിലും വെച്ച് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുക. അതേപോലെ തന്നെ മറ്റും വിഷയങ്ങളും പഠിച്ചു വരിക. അപ്പോൾ ഇനി മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുകളിൽ കാണാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.